വന്ദനശ്ലോകങ്ങൾ. പാരാശര്യവജസ്സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകകേസരം ഹരികഥാസംബോധനാബോധിതം ലോകേ സജ്ജനഷട്പദൈരഹരഃ പേപ്പീയമാനം മുദാ ഭൂയാദ്ഭാരതപങ്കജം കലിമലപ്രധ്വംസീ ന ശ്രേയസേ. ശ്രീ പരാശരപുത്രനായ വേദവ്യാസമുനിയുടെ വാക്കാകുന്ന സരസിൽ നിന്നുണ്ടായതും അല്പം പോലും മാലിന്യമില്ലാത്തതും ഗീതയുടെ പൊരുളാകുന്ന നല്ല പരിമളം വീശുന്നതും പലവിധത്തിലുള്ള ആഖ്യാനങ്ങളാകുന്ന അല്ലികളുള്ളതും ഭഗവത് കഥകളെ വേണ്ടവിധം ബോധിപ്പിക്കുന്നതുകൊണ്ട് വിടർന്നു നിൽക്കുന്നതും ലോകത്തിലുള്ള സജ്ജനങ്ങളാകുന്ന വണ്ടുകൾ പ്രതിദിനം ആശയോടെ കൂടിക്കുന്ന തേൻ നിറഞ്ഞതുമായ മഹാഭാരതമാകുന്ന ഈ ദിവ്യമായ താമരപ്പൂവ് കലികാലത്തിലെ മാലിന്യം നശിപ്പിച്ചുകൊണ്ട് നമ്മുടെ നന്മയ്ക്കുവേണ്ടി നീണാളും നിലകൊള്ളട്ടെ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം. ഊമയെ വാഗ്മിയാക്കുന്നതും മുടന്തനെ മലതാണ്ടാൻ ശക്തനാക്കുന്നതും ആരുടെ കൃപയാണോ ആ പരമാനന്ദരൂപനും ലക്ഷ്മീകാന്തനുമായ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. യം ബ്രഹ്മാവരുണനേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈസാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ബ്രഹ്മാവും വിഷ്ണുവും വരുണനും ഇന്ദ്രനും രുദ്രന്മാരും മരുത്തുക്കളും ശിക്ഷ മുതലായ അംഗങ്ങൾ പദം ക്രമം ഉപനിഷത്തുകൾ എന്നിവയോടുകൂടിയ അലൗകികങ്ങളായ ഋഗാദി മന്ത്രങ്ങളെക്കൊണ്ട് ഏതു ദേവനെ സ്തുതിക്കുന്നുവോ, സാമഗാനരസികന്മാർ ഏതു ദേവനെ പാടിപ്പുകഴ്ത്തുന്നുവോ, ധ്യാനമഗ്നരായ യോഗികൾ തത്വത്തിൽ നിലയുറച്ച മനസ്സുകൊണ്ട് ഏതു ദേവനെ സാക്ഷാത്കരിക്കുന്നുവോ, സുരന്മാർക്കും അസുരന്മാർക്കും ആർക്കും തന്നെ ഏതു ദേവന്റെ അതിരറിയുവാൻ കഴിവില്ലയോ, ആ സ്വയം പ്രകാശരൂപിയായ പരമാത്മാവിന് നമസ്കാരം.